ഹലോ ഗേൾസ്, നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ നമുക്ക് ഫെമിലിയറായിട്ട് യൂട്യൂബിൽ കാണുന്ന നിരന്തരമായി നമുക്കിപ്പോൾ ഫെമിലിയറായി നമ്മുടെ കൂടെയുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുള്ള ഒരു നേതാവാണ് ആയത്തുള്ള അലി ഖാംനെ അല്ലേ. ഇദ്ദേഹത്തെ ഇപ്പോൾ ആരും മറക്കില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇന്ന് യൂട്യൂബ് നിറയെ ആളുകൾ വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ വളരെയധികം ഫെമിലിയറായി. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വോയിസ് ഞാൻ വേറെ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇതും കൂടി പറയാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടുന്ന സമയത്ത് കുറേ നെഗറ്റീവ് കമൻറ്റുകളും കുറേ പോസിറ്റീവ് കമൻറ്റുകളും നമുക്ക് ഓരോ വീഡിയോ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവർ സാധാരണ റിലീജിയനെ ബേസിലൊക്കെയാണ് ഇതിനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ഒരു റിലീജിയനെ ബേസിൽ നോക്കാതെ നമുക്ക് ഇദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ധീര പോരാളി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അല്ലേ. കാരണം എന്താ വെച്ചാൽ ഒരു റിലീജിയൻ ബേസിൽ നോക്കാതെ തന്നെ നമ്മൾ ഇദ്ദേഹം ഈ അമേരിക്കയ്ക്കും മറ്റു മറ്റു ഭരണവ്യവസ്ഥക്കെതിരെ ഒരു ധീരനായിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി നിലപാട് ഉറപ്പിച്ച വ്യക്തിയാണ് അല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഇന്നത്തെ ലോകത്ത് എസ്പെഷ്യലി മോഡേൺ ഈ കാലഘട്ടത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ മുന്നിൽ പതറാണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ശക്തിയായ ഒരു കാര്യമാണ്. അത് അത്രയും ഭീരുക്കൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക പോലെ രാജ്യങ്ങൾ പറയുന്ന ആശയങ്ങളോട് അല്ലെങ്കിൽ നമ്മളെ ഈ പാശ്ചാത്യ ആശയങ്ങളോട് എതിർത്തിട്ട് തൻ്റെ രാജ്യത്തിൻ്റെ നിലപാട് എന്താണോ അതിനനുസരിച്ച് നിന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ ജനവാസികൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും നല്ലൊരു നേതാവായിട്ട് മാറിയത്. കാരണം അദ്ദേഹം ഒരൊറ്റ വ്യക്തിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്താതെ ഇദ്ദേഹം എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഭരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭരണ സിസ്റ്റം അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ. അദ്ദേഹത്തിൻ്റെ ഭരണ സിസ്റ്റം അദ്ദേഹത്തിൻ്റെ ആളുകൾ, അവിടുത്തെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോസ് പലതും കാണുമ്പോൾ മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ സദസ്സിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അല്ലാണ്ട് വെറുതെ വന്നിരിക്കുന്നതല്ല. ഇഷ്ടപ്പെടാത്തൊരു ഭരണാധികാരി അധികകാലമൊന്നും ആരും നിർത്തിയില്ല അല്ലേ. 30 വർഷത്തോളം അദ്ദേഹം ഇറാനിനെ ഭരിച്ചു കൊണ്ട് നടന്നു എന്ന് പറയുമ്പോൾ അത്രയും അദ്ദേഹത്തിന് ആളുകൾ അദ്ദേഹത്തിന് ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്, ആ ഒരു ഭരണ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്ര കാലം ഒഴിവാക്കാണ് ജനങ്ങൾ മുറുകെ പിടിച്ചെങ്കിൽ അദ്ദേഹം അത്രയും ഇഷ്ടപ്പെടുന്ന ഭരണാധികാരിയാണ് ആ നാട്ടുകാർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും ഒരു ജനപിന്തുണ കിട്ടിയത്. അദ്ദേഹം മരിച്ച സമയത്ത് വലിയ ജനസാഗരമാണ് അല്ലേ. എത്രയോ ആളുകൾ പൊട്ടി തേങ്ങി കരയുന്നുണ്ട്. മനസ്സിൽ തട്ടാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് കരയുക, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ കരയും അല്ലേ. കരഞ്ഞത് എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന് അത്രയും ആളുകൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ആ രാജ്യത്തിന് വിലപ്പെട്ടതായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. വെറുതെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാണ്ട് അദ്ദേഹത്തിന് മതപരമായി കാണാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നേതാവിൻ്റെ രീതിയിൽ കണ്ടുകൂടെ. ഒരു നേതാവ് എങ്ങനെ ആ ഒരു രാജ്യത്തിൻ്റെ സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള നേതാവാണ്, അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റൈൽ അനുസരിച്ചുള്ള നേതാവല്ല. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, പക്ഷേ ഇറാൻ ഇസ്ലാമിക് കൺട്രിയാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമിക് കൺട്രിയിൽ എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് അദ്ദേഹം അവിടെ ചെയ്യുന്നില്ലേ. ഖുറാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യ വന്നിട്ട് ഖുറാൻ ആരും പഠിപ്പിക്കില്ല അല്ലേ. കാരണം നമ്മുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, പക്ഷെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, അത് ഇസ്ലാമിക് കൺട്രിയാണ് മക്കളെ. അതുകൊണ്ടാണ് അവിടെ നിസ്കാരത്തിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ ആ വീഡിയോസ് ഒന്നും കാണില്ല. കാരണം എന്താ, നമ്മുടെ ഇന്ത്യ അങ്ങനെ രാജ്യമല്ല അല്ലേ. പക്ഷെ അത് ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അതെന്ത് ചെയ്യും, ഫോളോ ചെയ്യും, അത് ഇഷ്ടപ്പെടും. അതാണ് അവരുടെ ലോകം. അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിവിടെ നിന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നിട്ട് നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ റിലീജിയസ് പരമായി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? അവരുടെ സ്റ്റൈൽ ഓഫ് അഡ്മിനിസ്ട്രേഷനാണ് നടത്തുന്നത്. നമ്മൾ ജനാധിപത്യ രാജ്യമാണ്, നമ്മൾ ജനാധിപത്യ രാജ്യമല്ലേ. നമ്മൾ സെക്കുലർ രാഷ്ട്രനാണ്. നമ്മൾ മതേതരത്വ രാജ്യമാണ്. നമ്മളിവിടെ മതത്തിനൊരു പ്രാധാന്യവും ഇല്ല. ഒരു മതത്തിൻ്റെ പേരിൽ നമ്മളിവിടെ ഭരിക്കപ്പെടുന്നില്ല. നമുക്ക് എല്ലാ മതത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, റൈറ്റ് ടു റിലീജിയൻ ഉണ്ട് നമുക്ക് അല്ലേ. പിന്നെ നമ്മൾ ഇതൊക്കെ കിട്ടിയിട്ട് നമ്മൾ എന്തിനാണ് റിലീജിയൻ്റെ പേരിൽ അവിടെ പോയിട്ട് കമൻ്റ് അടിക്കുന്നത്? നമ്മുടെ സിസ്റ്റം വേറെ, അവിടെ സിസ്റ്റം വേറെയാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ. ഇപ്പോൾ അവിടെ ഫർദ ഇടുന്നു, സ്ത്രീകൾ സുരക്ഷിതരല്ല, സ്ത്രീകൾക്ക് ഫ്രീഡം ഇല്ല എന്നാണ് സാധാരണ കമൻറ്റിൽ കാണുന്നത്.
നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു? സ്ത്രീകൾക്ക് അവിടെ ഫ്രീഡം ഉണ്ട്, അവിടെ സ്ത്രീകൾക്ക് ഫ്രീഡം ഉണ്ട്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് അത് ഇസ്ലാമിക് കൺട്രിയുടെ സ്റ്റൈലാണ് മക്കളെ. ഇസ്ലാമിക് കൺട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇസ്ലാം മതത്തിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് ഇസ്ലാം. നമ്മുടെ ഇന്ത്യയിൽ കാണുന്നതല്ല സത്യത്തിൽ ഇസ്ലാം, അല്ലേ? ഇസ്ലാം നമ്മൾ ഇന്ത്യൻ കേസിലൊക്കെ ഇസ്ലാം മതം നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷേ നന്നായിട്ട് വൾഗറാക്കി യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരു സ്ത്രീ എങ്ങനെ നടക്കണം, ഒരു പുരുഷൻ എങ്ങനെ നടക്കണം, എന്തൊക്കെ ചെയ്യണം ഒരു ദിവസം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നില്ലേ? അപ്പോൾ ആ വ്യക്തമായി പറയുന്ന സംഭവത്തിൽ എങ്ങനെയാണോ ഇസ്ലാം മതത്തിൽ പറഞ്ഞ സ്ത്രീകളുടെ ഡ്രസ്സ് അതാണ് അവർ ധരിക്കുന്നത്. അവിടെ ആ ഒരു സംഭവം ധരിക്കുന്നതിൽ, ആ ഒരു ഡ്രസ്സ് ധരിക്കുന്നതിൽ അവിടുത്തെ കുട്ടികൾക്കോ അവിടുത്തെ വ്യക്തികൾക്കോ ആർക്കും ഒരു പരാതിയില്ല. അവർ വളരെ കംഫർട്ടാണ് ആ ഡ്രസ്സിൽ. പിന്നെ നമുക്കെന്താ അത്ര പ്രശ്നം? ഇപ്പോൾ ഫർദ ഇടുന്നതാണ് പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. ഫർദ എന്ന് പറയുന്നത് വളരെ സേഫായ ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഫർദ ഇട്ട് കഴിഞ്ഞാൽ ഫ്രീഡം പോകുന്നില്ല. ഫർദ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഈ ഫർദ നിർബന്ധം പറഞ്ഞിട്ടില്ല. ശരീരം മൊത്തമായിട്ട് മറക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കോ മോശമായി നോക്കുന്ന രീതിയിലേക്കോ വസ്ത്രം ധരിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഫർദ എന്ന് പറയുന്നത് അതിന് പറ്റിയ ഡ്രസ്സാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് അവിടെ ഇവിടെ പാറുന്നോ കാണുന്നോ പിടിക്കുമെന്നോ ഒരു ടെൻഷനും ഇല്ല. അപ്പം നിങ്ങളിപ്പോൾ സാധാരണ നമ്മൾ ചെറിയ ജീൻസിൻ്റെ പാൻറ്റും ഒരു ഇതിട്ട് നോക്കിയേ, ഇപ്പം നമ്മൾ സാധാരണ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് പോയി നമുക്ക് ഭയങ്കര എന്താ പറയുക ഇൻകംഫർട്ടായിരിക്കും. ഇവിടെ കാണും, ഇവിടെ പൊന്തോ ഒക്കെ അല്ലേ. പക്ഷേ ഫർദിട്ടാകും പ്രശ്നമൊന്നുമില്ല, സൂപ്പറായി നടക്കാം, ഒരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ കമൻ്റ് ഇട്ടിട്ട് ഫർദയാണ് അവിടെ സ്ത്രീകൾക്ക് അതില്ല ഇതില്ല അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമാണ്. അയാൾ ജനങ്ങൾ വിളിക്കുന്നത് കണ്ടാൽ നിങ്ങൾ, ജനങ്ങൾക്ക് അയാൾ എന്തൊരു ഇഷ്ടമാണോ. അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകളൊക്കെ അയാളെ കാണുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. അവർക്ക് ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടല്ല കണ്ണിന്ന് വെള്ളം വരുന്നതേ. നിങ്ങളെന്താ വിചാരിച്ച് കണ്ണിന്ന് വെള്ളം വരുന്നത് അയാൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നോ? അയാൾ ഇഷ്ടപ്പെടുന്നതാണ്. അത്രയും ഏജ്ഡായ ഒരു വ്യക്തിയാണ്. തൻ്റെ രാജ്യത്തെ പോയി നയിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾക്ക് കീഴടങ്ങാതെ തൻ്റെ രാജ്യത്തെ അത്രയും ശക്തനായിട്ട് കൊണ്ടുപോവാണ്. സംഭവം ഇവർ ഷിയാക്കളാണ്, സുന്നികളല്ല. പക്ഷേ ഞങ്ങളൊക്കെ സുന്നി മുസ്ലിംസാണ്. നമുക്ക് ഈ അവരിൽ നിന്ന് കുറച്ച് നമുക്ക് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഒരു ഇസ്ലാമിക ഭരണം എങ്ങനെയാണോ അത് അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ എല്ലാവരും ഒക്കെ മുസ്ലിംസ് തന്നെയല്ലേ, കുറേ വിഭാഗങ്ങളുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ അവരെ അംഗീകരിക്കാതിരിക്കുന്നൊന്നുമില്ല. കാരണം അവർ മുസ്ലിംസാണ്. അവർ യഥാർത്ഥ മുസ്ലിംസ് എങ്ങനെയാണോ അങ്ങനെയാണ് അവരുടെ നടപടി, അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ, അവരുടെ ചട്ടക്കൂടുകൾ, അവരുടെ ഡ്രസ്സിങ്, അവരുടെ എല്ലാം അങ്ങനെയാണ്. ബിക്കോസ് എന്താണ്, അതൊരു ഇസ്ലാമിക് കൺട്രിയാണ്. നമുക്കിവിടെ നിന്നിട്ട് അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് അഡ്മിനിസ്ട്രേഷനും സ്റ്റൈൽ ഓഫ് ലിവിങ് അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യൻ കേസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വേറെ ലെവലാണ്, നമ്മൾ വേറെ രീതിയിൽ, നമ്മൾ ഇന്നത്തെ ഓരോ രാജ്യത്തുള്ള സിസ്റ്റം വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ? അവിടെ അതാണല്ലോ, അവിടെ ഇസ്ലാമിക് സിസ്റ്റമാണ്, ഇസ്ലാമിക് അഡ്മിനിസ്ട്രേഷനാണ്. അവിടെ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ അംഗീകരിച്ചാൽ അവർക്ക് പ്രശ്നമില്ലാത്ത കാര്യം നമുക്ക് എന്തിനാ പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യം അല്ലേ? അവിടെ കുട്ടികൾക്ക് അയാൾക്കാണ് എന്തൊരു ഇഷ്ടമാണ്, അവിടുത്തെ സ്ത്രീകൾക്ക് എന്തൊരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക.